LDFിന്റെ സ്ഥാനാർത്ഥി PK അനിൽകുമാർ നമുക്ക് പോട്ടെ. വെൽക്കം PK അനിൽകുമാർ ടു ഇലക്ഷൻ റിപ്പോർട്ടർ എക്സ്പ്രസ്. നമുക്കൊപ്പം ദീപക്കുണ്ട്. അപ്പോൾ നമ്മൾ 3 പേരും കൂടി കുറച്ചു നേരത്തേക്ക് നമുക്ക് കൈകാര്യം ചെയ്യാം അല്ലേ? പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. കുറെ ചോദ്യങ്ങൾ. അപ്പോൾ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. കൽപ്പറ്റ മണ്ഡലം തിരിച്ചുപിടിക്കാൻ വേണ്ടി LDF ഇറക്കിയിരിക്കുന്നു. PK അനിൽകുമാർ RJDയുടെ സ്ഥാനാർത്ഥിയാണ്. പഴയൊരു കോൺഗ്രസ് പശ്ചാത്തലമുണ്ട് അല്ലേ? അപ്പോൾ ആ കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്ന് ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഒരു മനോവികാരം എന്താ? മനസ്സിലുള്ള വികാരം പഴയ കോൺഗ്രസ്സുകാരൻ്റെ ആണോ പുതിയ ഇടതുപക്ഷത്തിൻ്റെയാണോ? അല്ല, ഇപ്പം ഞാനൊരു സോഷ്യലിസ്റ്റ് പാർട്ടിയിലാണുള്ളത്. അതും ഇടതുപക്ഷവും ഒരുമിച്ച് പോകുന്ന വികാരം നല്ലൊരു വികാരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് വിടുന്ന സാഹചര്യം ഒരൊറ്റപ്പെടലും അതുപോലെ എല്ലാം വന്നപ്പോഴാണ് കോൺഗ്രസ് വിട്ടത്. അത് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷം കൂട്ടിപ്പിടിക്കുകയും 5 വർഷത്തിനുള്ളിൽ എനിക്ക് വലിയ അംഗീകാരം നൽകി. ആ സ്നേഹം അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു സംരക്ഷണവും സ്നേഹവും എല്ലാം. PK കൽപ്പറ്റയിൽ നേരിടുന്നത് സിദ്ദിഖിനെയാണ്. ദുരന്തബാധിതരായ മനുഷ്യർ അവർക്കൊപ്പം നിന്നുവെന്ന് സിദ്ദിഖ് പറയുകയും കോൺഗ്രസ് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഈ മണ്ഡലത്തിൽ സിദ്ദിഖിനൊരു ജനകീയതയുണ്ട്. കഴിഞ്ഞ തവണ വരുന്ന സിദ്ദിഖല്ല ഇപ്പോൾ സിദ്ദിഖ് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ. ആ ജനകീയനായ സിദ്ദിഖിനെ നേരിടാനുള്ള ആത്മവിശ്വാസം PKക്ക് എങ്ങനെ കിട്ടി? എത്ര വോട്ടിനാണ് നിങ്ങളൊരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ തവണ 5000 വോട്ടിനാണ് സിദ്ദിഖ് വിജയിച്ച് കയറിയത്. പക്ഷേ ഈ മണ്ഡലത്തിൽ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് സിദ്ദിഖ് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഇവിടെ വിജയപ്രതീക്ഷ എന്ന് പറയുന്ന ഭൂരിപക്ഷം അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഒരു 5,000 10,000 ഇടയിൽ ജയിക്കാൻ LDFന് ജയിക്കാൻ കഴിയും കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. പിന്നെ ഇവിടെ ജനകീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളരിമല വില്ലേജ് 2 ദുരന്തങ്ങൾ നേരിട്ടു ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ 10 വർഷത്തിനിടയിൽ. ഒന്ന് പുത്തുമല ദുരന്തമായിരുന്നു. ആ ദുരന്തം നടക്കുമ്പോൾ കേരളം മുഴുവൻ പ്രളയവും എല്ലാമായിട്ട് പ്രതിസന്ധിയായിരുന്നു. അന്ന് വയനാടിനായിട്ടൊരു പാക്കേജ് ഉണ്ടാക്കാനോ സഹായിക്കാനോ വലിയ കോർപ്പറേറ്റ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അന്നത്തെ MLA CK ശശീന്ദ്രൻ ആദ്യമായി അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായി ജനകീയമായിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്തൊരു രീതിയുണ്ട്. അന്ന് സ്ഥലം വാങ്ങിക്കൊടുത്തത് ME ശ്രേംസ്കുമാറാണ്. അതിലാണ് വീടുണ്ടാക്കിയത്. നിരവധി മുസ്ലിം സംഘടനകളും എളമരം കരീമിൻ്റെ ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ്. ഇപ്രാവശ്യം വന്നപ്പോൾ ചൂരൽമലയിൽ മാത്രം നടന്ന ദുരന്തമായിരുന്നു. നിരവധി പേർ ഗവൺമെൻറ്റിന് ആ ഫണ്ട് ഉണ്ടാക്കാനുള്ള വഴിയുണ്ടായിരുന്നു. അത് ഉണ്ടാക്കി കഴിഞ്ഞ് ഗവൺമെൻറ് അതിനെ കാര്യക്ഷമമായ രീതിയിൽ തന്നെ ഉപയോഗിച്ചു. മാതൃകാപരമായ ടൗൺഷിപ്പ് ഉണ്ടാക്കി. അവിടുത്തെ തോട്ടം തൊഴിലാളികളായിരുന്നു ഭൂരിപക്ഷം ആളുകൾ. ഈ 2 ദുരന്തത്തിലും മരിച്ചവരെല്ലാം അധികവും തോട്ടം തൊഴിലാളികളാണ്. അവരെല്ലാം സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞു. ടൗൺഷിപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ PK അനിൽകുമാറിനെ പിന്തുണയ്ക്കാൻ പോകുന്ന ഏറ്റവും വലിയ കോൺഫിഡൻസ്. അല്ല, ടൗൺഷിപ്പ് ഒരു ഇലക്ഷൻ പ്രചരണം ഇതല്ല. ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് ഒരു ഗവൺമെന്റ് മാതൃകാപരമായി ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. അത് നല്ല രീതിയിൽ അതെടുത്ത് കാട്ടി വോട്ട് ഞാൻ ചോദിക്കില്ല. അല്ല, അതെടുത്ത് കാട്ടി വോട്ട് ചോദിക്കേണ്ട കാര്യമില്ല. ആ ഉത്തരവാദിത്തം നിറവേറ്റിയ ഗവൺമെന്റിനെ പറ്റി ജനങ്ങൾക്കറിയാം. ഇപ്പം നമുക്കറിയാം ഋഷികേശ്, കുളു, മനാലി എല്ലാ സ്ഥലത്തും ലാൻഡ് സ്ലൈഡിങ്ങും മറ്റും നടക്കാറുണ്ട്. നമ്മൾ അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ പ്രദേശം ബ്ലാങ്ക് ആയിരിക്കും. പിന്നെ അവിടുത്തെ ദുരന്തബാധിതർ മുഴുവൻ നമ്മൾ കാണുക അമ്പലത്തിൻ്റെ മുന്നിലുള്ള അഭയാർത്ഥികളായിട്ടായിരിക്കും. നേരെ മറിച്ച് ഇവിടെ ആ തോട്ടം തൊഴിലാളികളെ അവർ ജീവിച്ചിരുന്ന സാഹചര്യത്തെക്കാൾ നന്നായിട്ട് സുരക്ഷിതമായ സ്ഥലത്ത്, അതായത് ഒരു പ്രൈം ലൊക്കേഷനാണ് കൽപ്പറ്റയുടെ ഹൃദയത്തിൽ, അവരെ കൊണ്ടെത്തുകയും ആ ദുരന്തം കണ്ടവരവർ സ്വന്തം അനിയനും ഭാര്യയും കുട്ടികളും കൺമുന്നിൽ നഷ്ടപ്പെട്ടവരാണ്. ആ നഷ്ടപ്പെട്ടവരെ വീണ്ടും ഒരു ദുരന്തബോധത്തേക്ക് കൊണ്ടുപോകാതെ ഒരു ഭൂകമ്പം ഉണ്ടായാൽ പോലും ഒന്നും സംഭവിക്കാത്ത രീതിയിൽ നല്ല ഷെൽട്ടറുകൾ ഉണ്ടാക്കി സുരക്ഷിത ബോധം അവർക്കുണ്ടായി. പക്ഷെ അപ്പോഴും CPM-ൽ മുതിർന്ന നേതാക്കൾ പലരും പാർട്ടി വിട്ടിറങ്ങുന്ന സാഹചര്യം. TK ഗോവിന്ദൻ കണ്ണൂരിൽ, G സുധാകരൻ ആലപ്പുഴയിൽ, അങ്ങനെ PK ശശി ഷൊർണൂരിൽ, അങ്ങനെ നേതാക്കൾ CPM-ൽ നിന്നിറങ്ങുന്നു. ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ ഈ സർക്കാർ തുടരേണ്ടതില്ല എന്നൊരു അഭിപ്രായം രൂപപ്പെട്ടതായി ചില സാംസ്കാരിക നായകർ പറയുന്നു. K സുധാകരൻ പറഞ്ഞല്ലോ മൂന്നാം പിണറായി സർക്കാർ വരുമെന്ന്. ഇതിനെല്ലാമുള്ള ഒറ്റ വാക്കിലുള്ള ഉത്തരവാണ് K സുധാകരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. 3ാം പിണറായി വിജയൻ സർക്കാർ വരുമെന്നുള്ളത്. ഈ കൽപ്പറ്റ എന്ന് പറയുന്നത് RJDയുടെ പ്രത്യേകിച്ച് MP വീരേന്ദ്രകുമാർ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ശക്തി കേന്ദ്രമായിരുന്നു. എങ്ങനെയാണ് RJDക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ? ഇപ്പോൾ ഒരു വിഭാഗം UDFനൊപ്പം പോകാൻ നിൽക്കുന്നു എന്ന് പറയുന്നു. ഈ കൽപ്പറ്റയുടെ ശക്തി എങ്ങനെയാണ് RJDക്ക് നഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു? വയനാട്ടിലെയോ കൽപ്പറ്റയിലെയോ RJD ഒരു സമയത്തും UDFനെ പറ്റി ചിന്തിച്ചിട്ടില്ല. ഇവിടുത്തെ ജില്ലാ നേതൃത്വവും എല്ലാവരും LDFൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചവരാണ്. പിന്നെ ചിലവരൊക്കെ ആശയപരമായി അതൊക്കെ മുന്നണിയിലെ ചില പ്രശ്നങ്ങൾ അതൊക്കെ തീർന്നു. ഇപ്പോൾ ഒറ്റക്കെട്ടായി എല്ലാവരും മുന്നോട്ട് പോവുകയാണ്. പഴയ ശക്തി തിരിച്ചു പിടിക്കുന്നുള്ളത്. സോഷ്യലിസ്റ്റ് പാർട്ടി ഇവിടെ വലിയ ശക്തിയായിരുന്നു. പക്ഷേ ഇപ്പോഴും ആ വോട്ട് അവിടെ ഉണ്ട്. പലരും സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഇവിടെ കൽപ്പറ്റ കോൺസ്റ്റിറ്റ്യുവൻസി നല്ല വോട്ടുണ്ട് RJDക്ക് എന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഈ
മൂന്നാമത്തെ ഒരു ഊഴം കൊടുക്കരുത് എന്ന് ഇപ്പോൾ 2 ടേം കഴിഞ്ഞു. അപ്പോൾ ഒരു മടുപ്പ് വോട്ടർമാരുടെ ഇടയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവെ UDFിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇപ്പോൾ സിദ്ദിഖിനെ കുറിച്ചാണെങ്കിലും ആൾക്കാരെടുത്ത് ചോദിക്കുന്ന സമയത്ത് കുഴപ്പമില്ല എന്നാണ് LDFിലെ നേതാക്കൾ പോലും പറയുന്നത്. പക്ഷേ ഈ കോൺഗ്രസ് വീട് വെച്ച് കൊടുത്തില്ല എന്നൊരു ആരോപണം ഉന്നയിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളത് പ്രചരണ വിഷയമാക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രിയുടെ ലേഖനത്തിൽ വയനാട് ഒരു പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായിട്ട് മാറുന്നുണ്ട്, കോൺഗ്രസ് വീട് കൊടുക്കാത്തത്. അല്ല, പുത്തുമല ദുരന്തം നടന്നപ്പോഴും കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല. ഈ ദുരന്തം നടന്നപ്പോൾ കോൺഗ്രസ് വീട് കൊടുക്കുമെന്ന് പറയുന്നു. അവർ പറഞ്ഞ ഫുൾ പ്രോപ്പർട്ടി അവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം പറഞ്ഞു ഇത്ര ദിവസം ഞങ്ങൾ തറക്കല്ലിടും. പിന്നെ ഞങ്ങളത് ചോദിച്ചപ്പോഴാണ് പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നേതാക്കളാണ്, അവരൊക്കെ ഒന്ന് അവിടെ തറക്കല്ലിട്ടു. അന്ന് പ്രിയങ്ക ഗാന്ധി തന്നെ തുറന്നു പറഞ്ഞു മുസ്ലിം ലീഗിനെ നിങ്ങൾ മാതൃകയാക്കണം. അതായത് പ്രിയങ്ക ഗാന്ധിക്ക് പോലും ഇവർ വീടുണ്ടാക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ ജനം വിശ്വസിക്കുക? ഓക്കെ.